ചാങ്കന്റെ യൂണിവി കാഴ്ചയിലും ഡിസൈനിലും മറ്റും തികച്ചും സ്പോർട്ടി ആയിട്ടുള്ള ഒരു സെഡാൻ. ഇപ്പോൾ ദാ ഒരു 2 ലിറ്റർ ടെർബോ എൻജിൻ ചേർത്ത് അവൈലബിൾ ആണ്. ഇപ്പോഴാണ് കാര്യങ്ങൾ സെറ്റായത്. ഡിസൈൻ വൈസ് യൂണിവിക്ക് ഒരു സ്പോർട്ടി കാറിന് വേണ്ടതെല്ലാം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഗ്രിൽ ഡിസൈൻ ആയാലും അതിൻ്റെ താഴെയുള്ള ബാലൻസസ് ആയാലും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാഡ് എക്സോസ് ആയാലും ശരി, സൈഡിലെ ഇൻസേർട്സും പിന്നെ 18 ഇഞ്ച് ബ്ലാക്ക് അലോയ് വീൽസും ഇതെല്ലാം പോരാഞ്ഞ് ഇക്കുറി ഒരു റിയർ ഇലക്ട്രിക് സ്പോയിലർ, ആക്റ്റീവ് സ്പോയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവിൽ അത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഈ സൂപ്പർ റേസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, സ്പോർട്ടി കാറാണ്. ഇതിൻ്റെ സ്പോയിലേഴ്സ് ഓൺ ആവും, അതുപോലെ കുറെ കൂടെ പെർഫോമൻസിന് റെഡിയാവും. കൊള്ളാം. എല്ലാവരും മത്സരിച്ച് ഇങ്ങനെ സ്ക്രീനിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അത് ഭയങ്കര ഒരു രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു 10 ഇഞ്ച് സ്ക്രീനാണ്, 10.2 ഇഞ്ച് സ്ക്രീനാണ്, എങ്കിലും അതിൻ്റെ വീതി കുറവായതുകൊണ്ട് അതിങ്ങനെ ഒതുങ്ങിയിരിക്കും. ഭയങ്കര നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ബട്ടൺസ് ആയാലും ഒക്കെ ഗ്രേയിലാണ്. ശരിക്കും ഔഡി നാർദോ ഗ്രേ എന്ന് വിളിക്കുന്ന ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ. അത് ആ ഒരു സ്പോർട്ടിനെസ്സും ക്ലാസ്സും ഈ ഒരു ചാങ്കന്റെ യൂണിവിയിലും കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഓറഞ്ച് ലൈനിങ് പൈപ്പിംഗ്, അതുപോലെ തന്നെ അത് പിന്നെ ഡാഷ്ബോർഡിലുള്ള ലൈനിങ്സും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം ഇതിനകത്ത് ഭയങ്കര ഒരു ഗ്രേയിഷ് സ്പോർട്ടി ആ ഒരു ഫീലാണ്. യൂണിവി ക്യാബിനിലെ പ്ലാസ്റ്റിക്കുകളുടെയും സിന്തറ്റിക് മെറ്റീരിയൽസിൻ്റെയും യൂസ് വളരെ പ്രശംസനീയമാണ്. ശരിക്കും ക്ലാസി ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, കൊടുക്കേണ്ട ലക്ഷറി ടച്ചസ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫ്രണ്ട് സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിലെ സ്റ്റോറേജിൻ്റെ ബോക്സ് അതൊരു കൂൾ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു രസകരമായ കോമ്പിനേഷനാണ്. ഒരു പാനോറമിക് സൺറൂഫ് ഉണ്ട്, പക്ഷെ പതിവിന് വിരുദ്ധമായിട്ട് തലതിരിഞ്ഞാണ് അതിൻ്റെ വരവ്. സംഭവം കൊള്ളാം. അവിടെ നിങ്ങോട്ട് നല്ലൊരു സ്പീക്കർ സിസ്റ്റം ഉണ്ട്. സോണി സ്പീക്കേഴ്സാണ്, 10 സ്പീക്കേഴ്സ് ഉണ്ട്. നല്ല മ്യൂസിക് സിസ്റ്റമാണ്. പക്ഷേ റേഡിയോ റിസെപ്ഷനിൽ മാത്രം ചെറിയ ഗ്ലിച്ചസ് എനിക്ക് അനുഭവപ്പെട്ടു. അത് പക്ഷേ ഒറ്റയായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. സ്പോർട്ട് ബാക്ക് ഡിസൈൻ ആണെന്നിരിക്കലും യൂണിവിയുടെ ബാക്കിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ചും ലെഗ് റൂം ആവശ്യത്തിനുണ്ട്. ഹെഡ് റൂം നല്ല ഉയരമുള്ളവർക്കാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. നടുവിലത്തെ ഭാഗം ഓഫ് കോഴ്സ് കുട്ടികൾക്കായിരിക്കും കുറെ കൂടെ അനുയോജ്യം. 229 ഹോഴ്സ് പവറും 390 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഇപ്പോഴാണ് ശരിയായത്. അതായത് ചാങ്കന്റെ സ്പോർട്ട് ബാക്ക് സെഡാനായ യൂണിവിക്ക് ചേർന്ന പവർ, അത് ഈ 2 ലിറ്റർ ടെർബോ എൻജിൻ, അത് ആ നമ്പേഴ്സ് വലുതാണെന്ന് മാത്രമല്ല, ഇഗ്നിഷൻ മുതൽ നമുക്കതിൻ്റെ ഫീലിംഗ് തരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നേരത്തെ ഉണ്ടായിരുന്ന 1.5 ലിറ്റർ ടെർബോയുടെ പവർ നമുക്ക് ആദ്യം ചെറിയൊരു ടെർബോ ലാഗ് കഴിഞ്ഞിട്ട് മാത്രമേ ലഭ്യമാകുന്നുണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. തുടക്കത്തിൽ തന്നെ കൈയയച്ച പവർ തരുന്നത് കൊണ്ട് ഇൻഫാക്ട് നമ്മളൊന്ന് യൂസ്ഡ് ടു ആകണം അതിൻ്റെ ആ ഒരു പവർ ഡെലിവറി ഫീല്, ആ ഒരു പാറ്റേൺ ഒന്ന് പിടിക്കാൻ. ചാങ്കന്റെ യൂണിവി തികച്ചും ഒരു സ്പോർട്ടി സെഡാൻ എന്ന പേരിന് യോഗ്യമാണ്. അതിൻ്റെ ആ പുറമേയുള്ള ഡിസൈൻ, അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ ആ ഒരു നിൽപ്പും അതുകൊണ്ടൊന്നും മാത്രമല്ല, അതുള്ളിലും അതിൻ്റെ സീറ്റിൻ്റെ ഡിസൈനും അതിൻ്റെ കംഫർട്ടും ഒക്കെ ആ ഒരു സ്പോർട്ടി സ്റ്റൈലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പറയും ഇതിൻ്റെ എൻജിനേക്കാളും അത് ഡെലിവർ ചെയ്യുന്ന പവറിനേക്കാളും ഈ ഒരു സ്പോർട്ടി ഫീലിൻ്റെ കാരണമാകുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് ആണ്. കാരണം ഈ സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ ഒരു ഡബിൾ ഫ്ലാറ്റ് ഡിസൈനാണ്. അത് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഒരു കോക്പിറ്റിൽ കയറി കൺട്രോൾ എടുത്തൊരു ഫീലിംഗ് ആണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആ കാറിൻ്റെ പവറും ആ ഹാൻഡ്ലിങ്ങും, ദാറ്റ് ഈസ് ബിഹൈൻഡ് ദ സ്പോർട്ടി ഫീൽ ഓഫ് യൂണിവി. അതും ഡ്രൈവ് ട്രെയിൻ മൊത്തം മാറിയിട്ടുണ്ട്. ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്യൂൽ ഇക്കോണമി എടുത്തു കഴിഞ്ഞാൽ അത് ഈ നമ്മൾ ഹൈവേയിലും അതുപോലെ സ്മൂത്ത് ഡ്രൈവ്സ് പറ്റുന്ന സ്ഥലത്തൊക്കെ എനിക്ക് 12.5 കിലോമീറ്ററും 14.9 ഓൾമോസ്റ്റ് 15 കിലോമീറ്ററും പെർ ലിറ്റർ കിട്ടിയിരുന്നു. പക്ഷേ ട്രാഫിക് ജാമൊക്കെ കൂടെ ചേർത്തുള്ള ഒരു മിക്സ്ഡ് ഡ്രൈവിൽ അതിനേക്കാളൊക്കെ താഴെയാണ്.
സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആയാലും, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ആയാലും, ലെയിൻ കീപ്പ് അസിസ്റ്റ് ആയാലും, എമർജൻസി ബ്രേക്കിംഗ് ആയാലും, ഇപ്പം നമ്മൾ ഒരുമാതിരി കൊള്ളാവുന്ന കാറിലെല്ലാം പ്രതീക്ഷിക്കുന്ന ഈ സംഗതികളെല്ലാം ഉണ്ട്. പിന്നെ ക്യാമറ ആണെങ്കിലും തിരക്കേടില്ലാത്തൊരു ക്യാമറയാണ്. 360 ഡിഗ്രി ക്യാമറ ആണെന്ന് മാത്രമല്ല, നമ്മൾ പുറകോട്ട് എടുക്കുമ്പോൾ വാൾനട്ടൊക്കെ ചേർന്ന് പോവുകയാണെങ്കിൽ ക്യാമറ സ്വിച്ച് ചെയ്ത് നമ്മളും മതിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കാണിച്ചു തരും പുറകോട്ട് എടുക്കുമ്പോൾ. വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ചാങ്ങിൻ്റെ യൂണിവിയിൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പോർട്ടി പ്രൊഫൈലും സ്പോർട്ടി ഡ്രൈവിനും ഒക്കെ അപ്പുറം ആ എക്സൈറ്റ്മെൻറ്റ് പ്രൈസ് പറയുമ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ്. 1,15,000 ദിർഹവും വാറ്റും. നല്ലതല്ലേ?